ആയിട്ടുള്ള ഇലയുടെയാണിത്. സാധാരണ ഗോതമ്പ് പൊടി കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടോ ആണ് ഇത് തയ്യാറാക്കാറുള്ളത്. പക്ഷേ ഞാനിവിടെ മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഞാനിതാ ഇത്ര വലുപ്പത്തിലുള്ള 4 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിടാം. ദാ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മധുരക്കിഴങ്ങ് നല്ലോണം വേവണം. ഞാൻ അടച്ച് വെച്ച് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വിസിലെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ഓട്ടപാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും തൊലി അടർത്തിയെടുക്കാം. ഇതാ ഞാൻ എല്ലാ തൊലികളും അടർത്തിയെടുത്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ഉടച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇതിലുള്ള നാരുകൾ കഴിയുന്നത്ര ഒന്ന് നമുക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മധുരക്കിഴങ്ങ് നമുക്കിടാം. ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് നിർത്തി നമുക്ക് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരക്കരുത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മിക്സി കേടുവരും. ഞാൻ എന്താ എല്ലാം അടിച്ചിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കണം. ഇതുപോലെ ആയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് നമുക്കിനി തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 3.5 ആണി ശർക്കരയാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. കട്ടകളെല്ലാം ഇല്ലാതെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തേങ്ങ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാം അളവുകൾ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഈ തേങ്ങ നമുക്കിതിലോട്ട് ചേർക്കാം. ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അതായിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഴയില വാട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയുടെ ഇല നമുക്ക് മടക്കാനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മാവെടുത്ത് കൈ നനച്ച് ഒന്ന് പരത്തി അതിലേക്ക് ഫില്ലിങ് ചേർത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്താ അങ്ങനെ എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ആവി കയറ്റിയെടുക്കാം. ഞാനൊരു 6 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു അരമണിക്കൂർ ടൈം എടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എല്ലാ അടയും എല്ലാ ഭാഗവും വേവണം എന്നുണ്ടെങ്കിൽ ഇത്ര സമയം വേണം കേട്ടോ. അതല്ലാന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളൊക്കെ വേവാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് അവർ വെക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്ക്, കഴിക്കാനും കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇത് കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ.